എല്ലാവർക്കും നമസ്കാരം. ഹയർ സെക്കൻഡറി ഫിസിക്സിലെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന 10th ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്ലൂയിഡ്സ് നമ്മളിപ്പോൾ പരിചയപ്പെട്ട ഒരു ടേമാണ്. എന്താ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ? ലിക്വിഡ്സിനെയും ഗ്യാസസിനെയും കൂടി കളക്റ്റീവായി നമ്മൾ കൊടുത്ത പേരാണ് ഫ്ലൂയിഡ്സ്. ദേ ആർ കോൾഡ് ഫ്ലൂയിഡ്സ് ബിക്കോസ് ദേ ആർ ഏബിൾ ടു ഫ്ലോ. ഞാൻ ഫ്ലോ ചെയ്യാൻ പറ്റുന്ന ഒരു ലിക്വിഡിനെ നിങ്ങൾക്ക് കാണിക്കാം. നോക്കൂ, ഈ പൈപ്പിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. വളരെ ഫാസ്റ്റായാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത്, അല്ലേ? രണ്ടാമതൊരു എക്സാമ്പിൾ നോക്കൂ. ഞാൻ ഈ ബോട്ടിലിൽ നിന്നും ഹണി ഈ സ്പൂണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ആ ഹണി ഫ്ലോ ചെയ്യുന്നത് നോക്കൂ, വാട്ടർ ഫ്ലോ ചെയ്യുന്നത് പോലെയാണോ? അല്ല, വളരെ സ്ലോ ആയാണ് ഹണി ഫ്ലോ ചെയ്യുന്നത് എന്ന് കാണാൻ പറ്റും. അപ്പോൾ പല ടൈപ്പ് ഫ്ലൂയിഡ്സും പല റേറ്റിലായിരിക്കും ഫ്ലോ ചെയ്യുക. ലിക്വിഡ്സിന് ഫ്ലൂയിഡ് മോഷനെ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ആ ടെൻഡൻസിക്ക് നമ്മൾ പറയുന്ന പേരാണ് വിസ്കോസിറ്റി എന്ന്. സോ ഫ്ലൂയിഡ്സ് ആർ ഹാവിങ് എ ടെൻഡൻസി ടു ഒപ്പോസ് ദി മോഷൻ ആൻഡ് റെസിസ്റ്റൻസ് ടു ഫ്ലൂയിഡ് മോഷൻ ഈസ് കോൾഡ് വിസ്കോസിറ്റി. ഈ വിസ്കോസിറ്റി എന്ന ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടിയാണ് ഈ ചാപ്റ്ററിൽ ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നത്. ഈ വിസ്കോസിറ്റി എന്ന പ്രോപ്പർട്ടി സോളിഡിലെ ഫ്രിക്ഷനുമായിട്ട് ചില സിമിലാരിറ്റീസ് ഉണ്ട്. സോ വി ക്യാൻ സേ വിസ്കോസിറ്റി ഈസ് ലൈക്ക് ആൻ ഇൻറ്റേർണൽ ഫ്രിക്ഷൻ, നോട്ട് സിംപ്ലി ഫ്രിക്ഷൻ, ഇറ്റ് ഈസ് ആൻ ഇൻറ്റേർണൽ ഫ്രിക്ഷൻ. എന്താണ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് രണ്ട് ഗ്ലാസ് സർഫേസസ് ആണ്. ഈ രണ്ട് സർഫേസിനിടയിൽ ഞാൻ കുറച്ച് ഓയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ലെറ്റ് ദ ലോവർ സർഫേസ് ഈസ് ഫിക്സ്ഡ് ആൻഡ് ദി അപ്പർ സർഫേസ് ഈസ് മൂവ്ഡ് വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. ഇങ്ങനെ ഈ അപ്പർ സർഫസിനെ ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യിക്കുന്നതിനായി നമ്മൾ കുറച്ച് ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. ആ ഫോഴ്സ് ഈ ഓയിൽ എക്സേർട്ട് ചെയ്യുന്ന വിസ്കസ് ഫോഴ്സിനെ ഓവർകം ചെയ്യാനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഓയിലിനെ ഹണി ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. ഈ അപ്പർ സർഫസിനെ ഇതേ വെലോസിറ്റിയിൽ മൂവ് ചെയ്യിക്കാൻ ഉറപ്പായും നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത ഫോഴ്സിനേക്കാളും കൂടിയ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. ഇവിടെ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ഹണി ഈസ് മോർ വിസ്കസ് ദാൻ ദി ഓയിൽ. ഇപ്പോൾ നമ്മൾ കണ്ട എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞത് ദ ലോവർ സർഫസ് ഈസ് ഫിക്സ്ഡ് ആൻഡ് ദി അപ്പർ സർഫസ് ഈസ് മൂവിങ് വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് എന്നാണ്. ദ ഫ്ലൂയിഡ് ഇൻ കോൺടാക്ട് വിത്ത് എ സർഫസ് വിൽ ഹാവ് ദ സെയിം വെലോസിറ്റി ആസ് ദി സർഫസ്. അതിൻ്റെ മീനിങ് എന്താ? ലോവർ സർഫസ് ഫിക്സ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ ലോവർ സർഫസുമായി കോണ്ടാക്റ്റിൽ വരുന്ന ലിക്വിഡും റെസ്റ്റിലായിരിക്കും. ദി അപ്പർ സർഫസ് ഈസ് മൂവിങ് വിത്ത് എ പർട്ടിക്കുലർ വെലോസിറ്റി. ദ ലിക്വിഡ് ഇൻ കോണ്ടാക്ട് വിത്ത് ദി അപ്പർ സർഫസ് ഓൾസോ ഈസ് മൂവിങ് വിത്ത് ദ സെയിം വെലോസിറ്റി. ഈ വെലോസിറ്റി വേരിയേഷൻ അറിയുന്നതിന് വേണ്ടി ഈ രണ്ട് സർഫസസിനും ഇടയിലുള്ള ലിക്വിഡിനെ നമുക്ക് പല ലെയേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ലെയറിൻ്റെ വെലോസിറ്റിയാണ് ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനേക്കാളും കൂടിയ വെലോസിറ്റിയിലായിരിക്കും ഈ 2 എന്ന ലെയർ മൂവ് ചെയ്യുക. വെലോസിറ്റി ഓഫ് ദ ലെയർ 3 വിൽ ബി മോർ ദാൻ വെലോസിറ്റി ഓഫ് ദ ലെയർ 2. സോ വി ക്യാൻ സേ ദ വെലോസിറ്റി ഓഫ് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഈസ് കണ്ടിന്യൂസ്ലി ഇൻക്രീസിങ് ഫ്രം ദ ലോവർ ഫിക്സ്ഡ് സർഫസ് ടു ദി അപ്പർ സർഫസ്. സോ നമുക്ക് മനസ്സിലാവും ഡിഫറെൻറ്റ് ലെയേഴ്സ് ആർ ഹാവിങ് ഡിഫറെൻറ്റ് വെലോസിറ്റി. ഏറ്റവും താഴെയുള്ള ലെയറിൻ്റെ വെലോസിറ്റി 0യും ഏറ്റവും മുകളിലുള്ള ലിക്വിഡ് ലെയറിൻ്റെ വെലോസിറ്റി മാക്സിമവും ആയിരിക്കും. ഇനി ഒരു പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡാണ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നതെങ്കിലോ, ആ പൈപ്പിൻ്റെ ഇന്നർ സർഫസുമായി കോണ്ടാക്റ്റിൽ വരുന്ന ലിക്വിഡ് റെസ്റ്റിലും പൈപ്പിൻ്റെ ആക്സിസിലൂടെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിൻ്റെ വെലോസിറ്റി മാക്സിമവും ആയിരിക്കും. ഇതാണ് സിംബോളിക്കലി നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഒരു സർഫസിലൂടെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിൻ്റെ ABCD എന്ന ഒരു സെക്ഷൻ നമുക്ക് ഇമാജിൻ ചെയ്യാം. AD എന്നത് ഫിക്സ് ചെയ്തിരിക്കുന്ന സർഫസുമായി ടച്ച് ചെയ്തിരിക്കുന്ന ലിക്വിഡിൻ്റെ പാർട്ടാണ്. BC എന്നത് മാക്സിമം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ലിക്വിഡിൻ്റെ പോർഷനാണ്. അങ്ങനെയാണെങ്കിൽ ഇൻ എ ടൈം ഡെൽറ്റ ടി ദ ലിക്വിഡ് പോർഷൻ വിൽ അസ്യൂം ദിസ് ഷേപ്പ് AEFD. ആ അപ്പർ പാർട്ടിന് ഡെൽറ്റ എക്സ് എന്ന ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായതായി നിങ്ങൾക്ക് കാണാം. ഈ ലെയറിൻ്റെ തിക്നെസ് L എന്ന് നമ്മൾ മാർക്ക് ചെയ്താൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ലിക്വിഡിൽ ഇപ്പോൾ ഒരു ഷിയർ സ്ട്രെയിൻ ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഷിയർ സ്ട്രെയിൻ ഈസ് ഗിവൺ ബൈ ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ L. സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടിയിൽ നിങ്ങളിത് കണ്ടതാണ്.
പക്ഷേ ഇവിടുത്തെ ഷിയർ സ്ട്രെയിന് സോളിഡ്സിൻ്റെ ഷിയർ സ്ട്രെയിനിൽ നിന്നും ഒരു ഡിഫറൻസ് ഉണ്ട്. ദിസ് ഷിയർ സ്ട്രെയിൻ ഈസ് കണ്ടിന്യൂസ്ലി ഇൻക്രീസിങ് വിത്ത് ടൈം. ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഷിയർ സ്ട്രെയിനിൻ്റെ വാല്യൂവും ഇൻക്രീസ് ചെയ്യും. സോ ലെറ്റ്സ് കാൽക്കുലേറ്റ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്ട്രെയിൻ. അതിനെ നമ്മൾ സ്ട്രെയിൻ റേറ്റ് എന്നാണ് പറയുന്നത്. സോ സ്ട്രെയിൻ റേറ്റ് ഈക്വൽസ് ഡെൽറ്റ എക്സ് ബൈ എൽ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്നത് ഈ ലിക്വിഡിൻ്റെ വെലോസിറ്റിയാണ്. സോ വി ക്യാൻ റൈറ്റ് സ്ട്രെയിൻ റേറ്റ് ഈക്വൽസ് വി ഡിവൈഡഡ് ബൈ എൽ. ലിക്വിഡ്സിൻ്റെ വിസ്കോസിറ്റി മെഷർ ചെയ്യുന്നതിനായി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ടേമാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. ദേ ഈറ്റ എന്ന സിമ്പലാണ് നമ്മൾ ഈ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിക്ക് ഉപയോഗിക്കുക. കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്നത് ഷിയറിംഗ് സ്ട്രെസ് ടു സ്ട്രെയിൻ റേറ്റ് എന്ന റേഷ്യോയാണ്. നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഡിഫൈൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയും ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഷിയറിംഗ് സ്ട്രെസ് ടു സ്ട്രെയിൻ റേറ്റ്. കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഡിഫൈൻ ചെയ്യുമ്പോൾ സ്ട്രെയിനിൻ്റെ റേറ്റ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. നമുക്ക് ഇക്വേഷൻസിലേക്ക് മാറ്റി എഴുതാം. കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഈറ്റ ഈക്വൽസ് എഫ് ബൈ എ ഡിവൈഡഡ് ബൈ വി ബൈ എൽ. നമുക്കറിയാം സ്ട്രെസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ. അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ്റെ ന്യൂമറേറ്ററിൽ നമ്മൾ എഫ് ബൈ എ എന്ന് എഴുതിയിരിക്കുന്നത്. റൈറ്റ് നൗ വി കാൽക്കുലേറ്റഡ് ദ സ്ട്രെയിൻ റേറ്റ് ആസ് വി ബൈ എൽ. നമുക്ക് ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. റീഅറേഞ്ച് ചെയ്യൂ. യു വിൽ ഗെറ്റ് ഈറ്റ ഈക്വൽസ് എഫ് എൽ ഡിവൈഡഡ് ബൈ എ വി. നമുക്ക് ആദ്യം ഈ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയുടെ എസ് ഐ യൂണിറ്റ് ഒന്ന് ഫോം ചെയ്യിക്കാം. വി ഹാവ് ദി ഇക്വേഷൻ ഈറ്റ ഈക്വൽസ് എഫ് എൽ ഡിവൈഡഡ് ബൈ എ വി. ഈ ഇക്വേഷനിലെ ഓരോ ടേംസും നമുക്ക് എന്താണെന്നറിയാം. എഫ് ഇസ് ദ ഫോഴ്സ്, എൽ ദ തിക്നെസ് ഓഫ് ദ ഫിലിം, എ ഏരിയ ആൻഡ് വി വെലോസിറ്റി. യൂണിറ്റ്സ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, ലെങ്ത് ഈസ് ഇൻ മീറ്റർ ഡിവൈഡഡ് ബൈ ഏരിയ ഇൻ മീറ്റർ സ്ക്വയർ, ദെൻ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ്. ആ സെക്കൻഡിനെ ഞാനങ്ങ് ന്യൂമറേറ്ററിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട്. നമുക്കൊരു മീറ്റർ ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ വരുന്നത് നോക്കൂ. ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഈ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിനെ നമ്മളൊരു വൺ വേർഡ് പറയാറുണ്ട്, ദാറ്റ് ഈസ് പോയ്സ്ലി. സോ പോയ്സ്ലി ഓർ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ഈസ് ദ എസ് ഐ യൂണിറ്റ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. ഈ പോയ്സ്ലി അല്ലാതെ നമ്മൾ കോമൺ ആയി യൂസ് ചെയ്യുന്ന മറ്റൊരു എസ് ഐ യൂണിറ്റ് കൂടിയുണ്ട്. ആ യൂണിറ്റ് ഏതാണെന്നറിയാൻ ഈറ്റയുടെ യൂണിറ്റ് നമുക്കിപ്പോൾ കിട്ടിയത് ന്യൂട്ടൺ ബൈ മീറ്റർ സ്ക്വയർ ഇൻറ്റു സെക്കൻഡ് എന്നാണ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഈസ് കോൾഡ്, നിങ്ങൾക്കറിയാം, ദാറ്റ് ഈസ് പാസ്കൽ. സോ ദിസ് യൂണിറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് പാസ്കൽ സെക്കൻഡ്. സോ പാസ്കൽ സെക്കൻഡ് ഓൾസോ ഈസ് ദി SI unit of coefficient of viscosity. Now let's try to get the dimensional formula of coefficient of viscosity. Okay, start with the equation eta equals FL divided by AV. ഈ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻസ് നിങ്ങൾ തന്നെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. ഡയമെൻഷൻസ് ഓഫ് ഫോഴ്സ് ഇസ് ML T raised to minus 2 into L divided by area. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. L square into velocity L T raised to minus 1. L square എന്നൊരു ടേം നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്തൂടെ? അത് ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ബാക്കി എന്താ വരുന്നത് നോക്കൂ. M L raised to minus 1 T raised to minus 1. So M L raised to minus 1 T raised to minus 1 is the dimensional formula of coefficient of viscosity. സാധാരണയായിട്ട് നമുക്ക് രണ്ട് തരത്തിലുള്ള ലിക്വിഡ്സ് ഉണ്ട്, തിൻ ലിക്വിഡ്സും തിക്ക് ലിക്വിഡ്സും. നേരത്തെ നമ്മൾ പറഞ്ഞ വാട്ടറും ഹണിയുമായിട്ട് കമ്പയർ ചെയ്താൽ വാട്ടർ ഈസ് എ തിൻ ലിക്വിഡ് ആൻഡ് ഇറ്റ് ക്യാൻ ഫ്ലോ ഈസിലി. സോ ദ വിസ്കോസിറ്റി ഓഫ് വാട്ടർ മസ്റ്റ് ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് ഹണി. അപ്പോൾ വാട്ടർ, ആൽക്കഹോൾ തുടങ്ങിയ തിൻ ലിക്വിഡ്സിൻ്റെ വിസ്കോസിറ്റി ലോയും കോൾ ടാർ, ബ്ലഡ്, ഗ്ലിസറിൻ തുടങ്ങിയവയുടെ വിസ്കോസിറ്റി കൂടുതലുമായിരിക്കും. ഇംഗ്ലീഷുകാരുടെ ഒരു പ്രോവേർബ് ഉണ്ട്, ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്ന്.
ബ്ലഡ് റിലേഷൻഷിപ്പ് മറ്റ് റിലേഷൻഷിപ്പിനേക്കാളും സ്ട്രോങ് ആണ് എന്ന സെൻസിലാണ് അവരത് ഉപയോഗിക്കാറ്. പക്ഷേ വിസ്കോസിറ്റിയുടെ ടേംസിൽ നോക്കിയാൽ നമുക്കത് ട്രൂ ആണെന്ന് കാണാൻ പറ്റും. ബ്ലഡ് ഈസ് ഹാവിങ് എ ഹൈ വിസ്കോസിറ്റി കമ്പയർഡ് വിത്ത് വാട്ടർ. ഈ വിസ്കസ് ഫോഴ്സ് എന്ന കോൺസെപ്റ്റ് നമുക്കൊരു പ്രാക്ടിക്കൽ സിറ്റുവേഷനിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ അതിനൊരു ക്വസ്റ്റ്യൻ ആക്കി പറയാം. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതും. എ മെറ്റൽ ബ്ലോക്ക് ഓഫ് ഏരിയ 0.1 meter square is connected to a 0.01 kilogram mass via a string that passes over an ideal pulley. Within bracket you write, the pulley is considered massless and frictionless. ഇനി ഫിഗർ കൂടി വരയ്ക്കൂ. Complete the question. A liquid with a film of thickness 0.3 millimeter is placed between the block and the table. When released, the block moves to the right with a constant speed of 0.085 meters per second. Find the coefficient of viscosity of the liquid. The figure like നോക്കൂ. Here you can see a metal block and its area is given as 0.1 meter square. So let's note the value. A equals 0.1 meter square. And it is connected to a mass through a string, and the value of mass also is given. It is 0.01 kilogram. And there is a liquid film and the thickness of the film is 0.3 millimeter. So let's take it as L, and L is equal to 0.3 millimeter. Substitute ചെയ്യുമ്പോൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. When the block is released, the plate moves with a speed of 0.085 meter per second. നമുക്കറിയാം ആ പ്ലേറ്റിനോടൊപ്പം അതുമായി കോണ്ടാക്റ്റിൽ വരുന്ന ലിക്വിഡും ഇതേ സ്പീഡിൽ മൂവ് ചെയ്യും. So V equals 0.085 meter per second. We have to calculate the coefficient of viscosity. To calculate the coefficient of viscosity, we have the equation eta equals FL divided by AV. അവിടെ നമ്മൾ ഒന്നുകൂടി അറിയാനുള്ളത്, what is this force? ഈ ബ്ലോക്കിൻ്റെ വെയിറ്റ് ആണ് ഈ പ്ലേറ്റിനെ റൈറ്റിലേക്ക് പുള്ളി ചെയ്യുന്നത്. The mass of the block is given. The force that pulls the plate towards right is nothing but the weight of the block. So we can write F equals mg. ഈ വാല്യൂവും കൂടി നമുക്ക് ഈറ്റയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ഈറ്റ ഈക്വൽസ് mgl ഡിവൈഡഡ് ബൈ AV. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. 0.01 ഇൻറ്റു G is 9.8 ഇൻറ്റു ദ വാല്യൂ ഓഫ് L 0.3 ഇൻറ്റു 10 raised to minus 3. ആ 10 raised to minus 3 എങ്ങനെ വന്നതെന്ന് അറിയാലോ. ആ മില്ലിമീറ്ററിനെ ഞാൻ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തതാണ്. Divided by 0.1 into 0.085. ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. On calculation, you will get the correct answer as 3.46 into 10 raised to minus 3 Pascal second. ഒരു വിസ്കസ് മീഡിയത്തിലൂടെ ഒരു ഓബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ആ ഓബ്ജക്റ്റിൽ ഒരു റിട്ടാർഡിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യും. ആ റിട്ടാർഡിംഗ് ഫോഴ്സിനെയാണ് നമ്മൾ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഒരു വിസ്കസ് മീഡിയത്തിലൂടെ ഒരു സ്പിയർ മൂവ് ചെയ്യുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന വിസ്കസ് ഫോഴ്സിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ നമുക്ക് വളരെ സിമ്പിളായ ഒരു ലോ ഉണ്ട്. ദാറ്റ് ലോ ഈസ് കോൾഡ് സ്റ്റോക്സ് ലോ. സർ ജോർജ് ഗബ്രിയൽ സ്റ്റോക്ക് എന്ന ഇംഗ്ലീഷ് സയൻറ്റിസ്റ്റാണ് ഈ ലോ സജസ്റ്റ് ചെയ്തത്. ദാറ്റ് ഈസ് വൈ വി കോൾ ദ ലോ ആസ് സ്റ്റോക്സ് ലോ. ആ ഫോഴ്സിനെ നമ്മൾ സ്റ്റോക്സ് ഫോഴ്സ് എന്നും പറയാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഒരു ലോങ് വിസ്കസ് മീഡിയമാണ്. ആ വിസ്കസ് മീഡിയത്തിലൂടെ ഒരു സ്പിയർ മൂവ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. അങ്ങനെ സ്പിയർ മൂവ് ചെയ്യുമ്പോൾ സ്പിയറുമായി കോണ്ടാക്റ്റിൽ വരുന്ന ഫ്ലൂയിഡും ആ സ്പിയറിനോടൊപ്പം മൂവ് ചെയ്യും. സ്പിയറിൽ നിന്നും ദൂരേക്ക് പോകുമ്പോൾ ഫ്ലൂയിഡിൻ്റെ സ്പീഡ് ഗ്രാജുവലി ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഫ്ലൂയിഡിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സിനിടയിൽ ഒരു റിലേറ്റീവ് മോഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ റിലേറ്റീവ് മോഷൻ ഉള്ളപ്പോഴാണ് വിസ്കസ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു സ്റ്റോക്സ്, ദിസ് വിസ്കസ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ വെലോസിറ്റി ഓഫ് ദി ഓബ്ജക്റ്റ് ആൻഡ് ഇറ്റ് ഈസ് ആക്ടിംഗ്
opposite to the direction of motion. ഈ വിസ്കസ് ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യാവുന്ന മറ്റ് ക്വാണ്ടിറ്റീസും സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ഈ മീഡിയത്തിൻ്റെ വിസ്കോസിറ്റിയാണ്. രണ്ടാമത്തേത് ഈ മൂവ് ചെയ്യുന്ന സ്ഫിയറിൻ്റെ റേഡിയസ് ആണ്. ഈ ഐഡിയ എല്ലാം കൂടി കളക്ട് ചെയ്തിട്ട് സ്റ്റോക്സ് ലോയിൽ ഈ ഫോഴ്സിന് വേണ്ടി ഒരു ഇക്വേഷൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇക്വേഷൻ ഈസ് F is equal to 6 pi eta AV. Here 6 pi is a constant. മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു വിസ്കസ് ഫോഴ്സ് എന്നത് സോളിഡിലെ ഫ്രിക്ഷനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാവുന്ന ഒരു ഫോഴ്സാണ് എന്ന്. ലിക്വിഡ്സിൻ്റെ കേസിൽ ഈ ഫോഴ്സിനെ നമ്മൾ ഇൻറ്റേർണൽ ഫ്രിക്ഷൻ എന്നാണ് പറഞ്ഞത്. ഒരു സോളിഡിൻ്റെ കേസിൽ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് രണ്ട് ബോഡീസ് സ്ലൈഡ് ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും കൂടി പ്ലെയിൻ ഓഫ് കോണ്ടാക്റ്റിലാണ്. പക്ഷേ ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ആ ലിക്വിഡിൻ്റെ ഡിഫറൻറ്റ് ലെയേഴ്സിനിടയിലാണ് ഈ ഫ്രിക്ഷൻ വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ ഇൻറ്റേർണൽ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞത്. ഫ്രിക്ഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് ഡിഫറൻസസ് കാണാൻ പറ്റും. ഫ്രിക്ഷൻ്റെ കേസിൽ നമുക്കറിയാം ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഏരിയ ഓഫ് കോണ്ടാക്ട്. ഈ ഇക്വേഷനിൽ നോക്കൂ, ഇവിടെ വിസ്കസ് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ റേഡിയസ് ഓഫ് ദ സ്ഫിയർ. റേഡിയസ് ഓഫ് ദ സ്ഫിയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നർത്ഥം. Frictional force is independent of velocity, but here you can see viscous force depends on velocity of the object also. ഇതൊക്കെയാണ് സോളിഡ്സിലെ ഫ്രിക്ഷണൽ ഫോഴ്സും ലിക്വിഡിലെ ഇൻറ്റേർണൽ ഫ്രിക്ഷനായ വിസ്കോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസസ്. ഒരു വിസ്കസ് മീഡിയത്തിലൂടെ മൂവ് ചെയ്യുന്ന ഒരു സോളിഡിൻ്റെ വെലോസിറ്റിക്ക് നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യിക്കാം. ഒരു ലോങ് വിസ്കസ് മീഡിയത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു സ്ഫിയറാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ സ്ഫിയറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് നമുക്കൊന്ന് ഡിറ്റർമിൻ ചെയ്യാം. ദ ഫസ്റ്റ് ഫോഴ്സ് ഈസ് ദ വെയ്റ്റ് ഓഫ് ദ സ്ഫിയർ. ലെറ്റ്സ് മാർക്ക് ഇറ്റ് ആസ് mg. ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ ഓബ്ജക്റ്റ് ഒരു ഫ്ലൂയിഡിലേക്ക് ഇമേഴ്സ് ചെയ്യുമ്പോൾ ദ ഫ്ലൂയിഡ് വിൽ എക്സേർട്ട് എ ബോയൻ ഫോഴ്സ് ആൻഡ് ദാറ്റ് ബോയൻ ഫോഴ്സ് ഈസ് ആക്ടിങ് ഇൻ ദി അപ്പോർ ഡയറക്ഷൻ. ബോയൻ ഫോഴ്സ് ഓൾസോ ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ഈ mg എന്ന ഇക്വേഷനിലെ നമുക്ക് ഈ മാസിനെ ഒന്ന് റീപ്ലേസ് ചെയ്യാം. ലെറ്റ് റോ ഈസ് ദി ഡെൻസിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ സ്ഫിയർ. അങ്ങനെയാണെങ്കിൽ എമ്മിന് പകരം എനിക്ക് 4/3 πa³ ഇൻറ്റു റോ എന്ന് എഴുതാമല്ലോ. മാസ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന ഫോർമുലയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. സോ വി വിൽ ഗെറ്റ് mg ഈക്വൽസ് 4/3 πa³ റോ g. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ നമുക്കറിയാം this buoyant force is equal to weight of liquid displaced. So buoyant force is equal to 4/3 πa³ into sigma g, where sigma is the density of the medium. അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് ഡെൻസിറ്റീസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് റോ ആണ്, രണ്ടാമത്തേത് സിഗ്മയാണ്. റോ ഈസ് ദ ഡെൻസിറ്റി ഓഫ് ദി സ്ഫിയർ ആൻഡ് സിഗ്മ ഈസ് ദ ഡെൻസിറ്റി ഓഫ് ദി മീഡിയം. Usual situations rho will be much more than sigma. If so, weight of the object must be more than the buoyant force. അതുകൊണ്ട് തന്നെ the sphere will fall down. When the sphere begins to move down, there arises the upward viscous force. And that upward viscous force is given by the equation 6 pi eta AV. ഇപ്പോൾ ഫിഗറിൽ നിങ്ങൾക്ക് ഈ മൂന്ന് ഫോഴ്സസും കാണാൻ പറ്റും. ഒന്ന് ഓർത്ത് നോക്കൂ, ഇതിൽ വെയ്റ്റ് എന്ന ഡൗൺവേർഡ് ഫോഴ്സ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്വേർഡ് ഫോഴ്സസിൽ ബയോണ്ട് ഫോഴ്സ് ഈസ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് ദ വിസ്കസ് ഫോഴ്സ് ഓർ ദ സ്റ്റോക്സ് ഫോഴ്സ് 6 pi eta AV ഈസ് കണ്ടിന്യൂസ്ലി ഇൻക്രീസിങ്. ആ ഡൗൺവേർഡ് ഫോഴ്സ് അപ്വേർഡ് ഫോഴ്സിനേക്കാളും ഗ്രേറ്റർ ആയതുകൊണ്ടാണ് ഇതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അപ്വേർഡ് ഫോഴ്സും ഇൻക്രീസ് ചെയ്യും. ആഫ്റ്റർ സം ടൈം you will reach a stage where the downward force becomes equal to the upward force. Downward force um upward force um equal ആയി മാറിയാൽ the net force will become 0. After that the body will move with a constant velocity and that velocity is called terminal velocity. So when terminal velocity is attained, we can write the equation as mg equals 6 pi eta AV plus buoyant force. ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സും ടോട്ടൽ അപ്വേർഡ് ഫോഴ്സും ഈക്വൽ ആണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ ഇക്വേഷനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 6 pi eta AV equals
mg minus buoyant force. mgയുടെയും buoyant ഫോഴ്സിൻ്റെയും വാല്യൂസ് നമ്മളിപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ രണ്ട് വാല്യൂസും കൂടി ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദ ഇക്വേഷൻ 6 pi eta av ഈക്വൽസ് 4/3 pi a cube ഇൻറ്റു റോ മൈനസ് സിഗ്മ ജി എന്ന് ചേഞ്ച് ചെയ്യും. ടെർമിനൽ വെലോസിറ്റിക്ക് വേണ്ടി ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതും. യു വിൽ ഗെറ്റ് v ഈക്വൽസ് 2/9 a സ്ക്വയർ ഇൻറ്റു റോ മൈനസ് സിഗ്മ ജി ഡിവൈഡഡ് ബൈ ഈറ്റ. ഈ ടെർമിനൽ വെലോസിറ്റിയെ ബേസ് ചെയ്ത് നമുക്കൊരു ന്യൂമറിക്കൽ ചെയ്യാം. എഴുതൂ, ക്വസ്റ്റ്യൻ എഴുതൂ. The terminal velocity of a copper ball of radius 2 millimeter falling through a tank of oil at 20 degrees Celsius is 6.5 centimeter per second. Calculate the viscosity of oil at 20 degrees Celsius. Density of oil is 1.5 into 10 raised to 3 kilogram per meter cube. And density of copper is 8.9 into 10 raised to 3 kilogram per meter cube. നോക്കൂ, ഒന്നുകൂടെ വായിച്ചു നോക്കൂ ക്വസ്റ്റ്യൻ. ടെർമിനൽ വെലോസിറ്റി ഓഫ് എ കോപ്പർ ബോൾ ഓഫ് റേഡിയസ് 2 millimeter. റേഡിയസ് ഓഫ് ദ സ്ഫിയർ ഈസ് ഗിവൺ. ആ വാല്യൂ നോട്ട് ചെയ്യൂ. എ ഈക്വൽസ് 2 millimeter, കൺവേർട്ട് ടു മീറ്റർ, 2 into 10 raised to minus 3 meter. Falling through a tank of oil at 20 degrees Celsius is 6.5 centimeter per second. So the terminal velocity also is given. V equals 6.5 centimeter per second or 6.5 into 10 raised to minus 2 meter per second. We have to calculate the viscosity of oil. For that, density of oil is given. Density of oil is 1.5 into 10 raised to 3 kilogram per meter cube. അതിന് നമ്മൾ സിഗ്മ എന്ന സിമ്പിളാണ് യൂസ് ചെയ്തത്. സോ സിഗ്മ ഈക്വൽസ് 1.5 into 10 raised to 3 kilogram per meter cube. ഈ സ്പിയർ ഫോം ചെയ്തിരിക്കുന്നത് കോപ്പർ ഉപയോഗിച്ചാണ്. സോ ദ ഡെൻസിറ്റി ഓഫ് കോപ്പർ റോ ഈക്വൽസ് 8.9 into 10 raised to 3 kilogram per meter cube. We have the equation for terminal velocity. Eta equals, എഴുതിക്കോളൂ ഇക്വേഷൻ. Eta equals 2/9 a square into rho minus sigma g divided by v. ഈ ഇക്വേഷനിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓൺ സബ്സ്റ്റിറ്റ്യൂഷൻ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആസ് 0.99 പാസ്കൽ സെക്കൻഡ്. ഈ ക്വസ്റ്റ്യനിൽ ഓയിലിൻ്റെ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ എവിടെയും തന്നെ ആ 20 ഡിഗ്രി സെൽഷ്യസ് എന്ന വാല്യൂ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ അതിൽ ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചിരിക്കുന്നത് നോക്കൂ, കാൽക്കുലേറ്റ് ദ വിസ്കോസിറ്റി ഓഫ് ഓയിൽ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. ദാറ്റ് മീൻസ് viscosity of oil will vary with temperature. So എല്ലാ ഫ്ലൂയിഡ്സിൻ്റെയും വിസ്കോസിറ്റി വളരെ സ്ട്രോങ് ആയി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. ലിക്വിഡ്സിൻ്റെ കേസിൽ നമുക്കറിയാം, കോൾ ടാർ, ആ ടാറിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വളരെ നന്നായി ഇത് ഫ്ലോ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സോ വെൻ യു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് എ ലിക്വിഡ്, ഇറ്റ്സ് വിസ്കോസിറ്റി വിൽ ഡിക്രീസ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഗ്യാസസ്, when you increase the temperature, viscosity also will increase. ലിക്വിഡ്സിൻ്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിന് വളരെ നല്ല ഒരു ഇലിസ്ട്രേഷനാണ് ഫ്ലോ ഓഫ് ലാവ. ലാവ അറിയാലോ, ലാവ എന്നത് ഹൈ ടെമ്പറേച്ചറിലുള്ള ലിക്വിഡാണ്. ഹൈ ടെമ്പറേച്ചറിലുള്ള ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വിസ്കോസിറ്റി വളരെ ലോ ആയിരിക്കും. വളരെ ലോ വിസ്കോസിറ്റി ഉള്ളതുകൊണ്ട് ഇതിന് വളരെയധികം ഡിസ്റ്റൻസിലേക്ക് വളരെ ഫാസ്റ്റായി ഫ്ലോ ചെയ്യാനും പറ്റാറുണ്ട്. ഈ വിസ്കോസിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളൊരു അസൈൻമെൻറ്റ് കൂടി ചെയ്യുക. ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ പറയാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്തിട്ട് സ്കൂളിലെ സാറിന് സബ്മിറ്റ് ചെയ്യൂ. എഴുതൂ, ക്വസ്റ്റ്യൻ എഴുതൂ. ഇൻ മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ്, വാട്ട് ഈസ് ദ ടെർമിനൽ സ്പീഡ് ഓഫ് ആൻ അൺചാർജ്ഡ് ഡ്രോപ്പ് ഓഫ് റേഡിയസ് 2 into 10 raised to minus 5 meter and density 1.2 into 10 raised to 3 kilogram per meter cube. Take the viscosity of air at the temperature of the experiment as 1.8 into 10 raised to minus 5 Pascal second. How much is the viscous force on the drop at that speed?
neglect buoyancy of the drop due to air. മീഡിയം എക്സേർട്ട് ചെയ്യുന്ന ബയോൺ ഫോഴ്സ് നെഗ്ലക്റ്റ് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സോ യു ക്യാൻ നെഗ്ലക്ട് ദ ടേം സിഗ്മ ഫ്രം അവർ ഇക്വേഷൻ. ഇത് ഓർത്തുകൊണ്ട് ഈ പ്രോബ്ലം കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ലിക്വിഡ്സിൻ്റെ കൂടുതൽ പ്രോപ്പർട്ടീസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.